SHOയ്ക്ക് സസ്പെൻഷൻ. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് നടപടി. വിചാരണ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ പ്രതിയെ കോടതി വെറുതെ വിട്ടത് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം അനുമതി തേടിയത്. അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും സർക്കാർ ചെറുവിരൽ അനക്കിയില്ലെന്ന് വിമർശനം. വിധി വന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഇവിടെ എന്ത് നീതിയാണ് നടപ്പാക്കി? ഫ്രം ദ ഡേ 1 ഈ സംഭവം നടന്ന അന്നു മുതൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പരയാണ്. ഒരു ദൃക്സാക്ഷി കണ്ടിട്ടുണ്ട്, വാതിൽ തുറന്നിടക്കുകയായിരുന്നു. ഈ പ്രതിയെ കൃത്യമായ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അവൻ തന്നെയാണ് ഈ ജനൽ അടച്ചെന്നുള്ള കൃത്യമായ വിവരം കിട്ടുമായിരുന്നു. സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കോടതിയുടെ ചില പരാമർശങ്ങളുണ്ട്, ഗൗരവമായ പരാമർശങ്ങളായി തന്നെയാണ് സർക്കാർ അത് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല പരിശോധനയും അന്വേഷണവും നടത്താൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുക. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. കട്ടപ്പന പോക്സോ കോടതി വിമർശിച്ച സാഹചര്യത്തിലാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നു. വകുപ്പ് തല അന്വേഷണത്തിന് എറണാകുളം റൂറൽ ASPയെ ചുമതലപ്പെടുത്തി. 24 തിരുവനന്തപുരം.